പക്ഷേ അൻവർ തുറന്ന യുദ്ധത്തിനാണ് ഇറങ്ങിത്തിരിച്ചത്. CPM-നെ, പ്രത്യേകിച്ച് പാർട്ടിയുടെ സമുന്നത നേതാവായ മുഖ്യമന്ത്രിയാണ് കടന്നാക്രമിച്ചത്. അതിൽ വസ്തുതയുണ്ടോ? അത് പാർട്ടി പരിശോധിക്കാൻ തയ്യാറായി, സർക്കാർ പരിശോധിക്കാൻ തയ്യാറായ ഘട്ടത്തിൽ തെളിവുകൾ നൽകാൻ അൻവർ തയ്യാറായില്ല. അൻവർ ഓരോ ദിവസവും ഓരോ ആരോപണം ഉന്നയിച്ച് മുങ്ങുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞെടുത്ത് തുറച്ചു നിൽക്കാനോ തെളിവ് കൊടുക്കാനോ തയ്യാറാകാതെ പുതിയ പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുക, കെട്ടുകഥകൾ പറയുക. ഇപ്പം ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ സത്യപ്രതിജ്ഞയ്ക്ക് നിലമ്പൂരിൽ നിന്ന് കാൽനടയായിട്ടാണ് ആളുകൾ പോകാൻ പോകുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവകാശവാദം. അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര മന്ത്രിസ്ഥാനവും വനമന്ത്രിസ്ഥാനവും പിന്നെ നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണല്ലോ. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ ജനങ്ങളാകെ അതിനനുകൂലമായി നിൽക്കുമെന്നൊരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കാർക്കുമില്ല. പക്ഷേ ഒരു MLA എന്ന നിലയ്ക്ക്, അവിടെ മത്സരിച്ചിരുന്ന ഒരാളെന്ന നിലയ്ക്ക് ആളുകളുമായി ബന്ധമൊക്കെ ഉണ്ട്. ആ ബന്ധത്തിൻ്റെ ഭാഗമായി കുറച്ച് വോട്ട് ലഭിക്കുന്നുണ്ടാവാം. പ്രധാനമായും അൻവറിനെ നെഞ്ചേറ്റിയത് അവിടുത്തെ തീവ്ര മതരാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയക്കാരുമാണ്, ഇടതുപക്ഷക്കാരായിരുന്നില്ല. സ്വാഭാവികമായും അത്തരം ആളുകളുടെ പിന്തുണ കുറേ നേടാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വില കൊടുക്കേണ്ടി വരുന്ന UDF തന്നെ ആയിരിക്കുമെന്ന നല്ല തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്.